മഞ്ഞപ്പാര മീൻ കൊണ്ടൊരു മുളക് കറി ഉണ്ടാക്കാം. അതിനായി 3 പാരമീൻ എടുത്ത് കട്ട് ചെയ്ത് സ്ലൈസായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, തലയെല്ലാം ഉൾപ്പെടെ. ഈ കറിക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: കടുക്, ഉലുവ, ഉലുവയുടെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 25 കുഞ്ഞുള്ളി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, 3 അല്ലി കുടംപുളി ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ, കല്ലുപ്പ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമുള്ള സാധനം. തക്കാളി, ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. തക്കാളിയാണ്, അത് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമില്ല, ഇത് കൈ കൊണ്ട് ഉടച്ചാലും നല്ലതുപോലെ ഉടയുന്നുണ്ട്. കടായി ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് ഏകദേശം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ പൊട്ടിക്കഴിഞ്ഞ് നമുക്കിനി കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയത്തൊന്ന് സൈഡിലോട്ട് മാറ്റിയ ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ഈ ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ മൂത്ത ശേഷം എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. പഴുത്ത തക്കാളി ചേർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴലട്ടെ. അടച്ച് വെച്ച് നമുക്കൊരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റാം. തക്കാളിയൊക്കെ നല്ലതുപോലെ വഴറ്റിട്ടുണ്ട്. ഈ സമയം നമുക്കൊന്ന് അടപ്പ് തുറക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. ചൂടുവെള്ളത്തിൽ കുതിർക്കാം. അത് ഇതോടൊപ്പം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് തിളക്കട്ടെ. അതുപോലെ തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കാം. മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ഇളക്കിയ ശേഷം വീണ്ടും ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അടപ്പം തുറക്കാം. കറിയെല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മഞ്ഞപ്പാര മീൻ ഓരോന്നായി പെറുക്കിയിടാം.
ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഉപ്പും പൊടിയും എരിവില്ല. ഇപ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ലാസ്റ്റ് ചേർക്കാം. കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതും കൂടെ ഒഴിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. മഞ്ഞപ്പാല മീൻ കറി റെഡി ആയിട്ടുണ്ട്. മുളക് കറി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു. ഇത് ഇരുന്ന് കുറേ വറ്റും. അതിനുശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുക്കാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. അടപ്പൊന്ന് തുറക്കാം. കറിയെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. സമയം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മഞ്ഞ പാരമീൻ മുളക് കറി റെഡി.